കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിൽ വീണ്ടും വാഹനം തടഞ്ഞ പ്രഭാവതി അമ്മ. ഫുട്പാത്തിലൂടെ പോയ ബൈക്ക് യാത്രികനെ ചോദ്യം ചെയ്തു. എനിക്ക് സംശയം അമ്മ വനിതാ പോലീസ് റിട്ടയർഡ് ആണോ? ഓ അത് ശരി. ആരോടത്തെ സൈ മറിയാമ്മ സാറാ. ട്രാഫിക് പോലീസ് പലപ്പോഴും പല ശ്രമങ്ങളും ഒക്കെ നടത്തിയാലും അത് വിജയിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രഭാവതി അമ്മയെ ഈ കാര്യങ്ങൾക്കായി ഒരു മേൽനോട്ടത്തിന് നിയോഗിച്ചുകൂടെ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എനിക്കിപ്പോ എന്തെന്നില്ലാത്തൊരു ധൈര്യ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാണ് ഞാൻ ഒരു കൈ, ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവർ അളിയന്റെ കൂടെ ഉണ്ടാവും. വരൂല, നിങ്ങൾ അതിലെ വരൂല, നീ പടിയോ ആകണ്ട. അവിടെ ഞാനും ഇവിടെ വെച്ചു. നീ ഇന്ന് പോലുണ്ടാവില്ല പഠിപ്പിക്കുന്ന ലൈസൻസൊക്കെ പോയിരിക്കാം. ബൈക്ക് യാത്രികനോടൊപ്പം തന്നെ പത്മാവതി അമ്മയും ഇവിടെ തർക്കിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാമറ അവിടേക്ക് വെക്കുകയാണ്. ഇങ്ങനെ ഈ നിരന്തരം ഇതിലും കടന്നു പോകുന്ന ആളുകളൊന്നും അങ്ങനെ വെറുതെ വിടാൻ പ്രഭാവതി അമ്മ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നമ്മളിവിടെ വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ബൈക്ക് യാത്രികനും പ്രഭാവതി അമ്മയും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്തെങ്കിലും കടുകൈ ഞാൻ ചെയ്തെന്നിരിക്കും. അപ്പൊ പിന്നെ പള്ളിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള പ്രായമായ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരുന്നു ആളുകളുടെ ബൈക്കിലൂടെയുള്ള പോക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനെ തടയിടാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തന്നെ 2000 റുപ്യ കൂടി തന്നേക്ക്, നമ്മളെ കൂടി വിട്ടേക്ക്.